ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ് കല്ലുമ്മക്കായ ഇതാ വാങ്ങിക്കുന്നത്. അപ്പോൾ കല്ലുമ്മക്കായ ഇതാ ഇവിടെ 2 ടൈപ്പിലുള്ള കല്ലുമ്മക്കായ ഉണ്ട് കേട്ടോ. കുറച്ച് വലുതും ഉണ്ട്, പിന്നെ കുറച്ച് ചെറുതും ഉണ്ട്. അപ്പോൾ ചെറുതിൽ അങ്ങനെ കൂടുതലായിട്ട് ഇറച്ചി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വലുത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അവർ പാക്കിൽ വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവരുടെ കത്തി വെച്ചിട്ട് തന്നെ അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നാൽ അതിൽ കുറച്ച് തുറക്കാൻ ബുദ്ധിമുട്ടാണ്. ചൂടുവെള്ളമൊക്കെ ഒഴിക്കണം. അപ്പോൾ ഞങ്ങൾ മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിരുന്നു കേട്ടോ. അന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് തുറന്ന് കിട്ടിയത്. എന്നാലും നമ്മളിത് പണിയെടുക്കുമ്പോൾ കുറേ നേരം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് എളുപ്പമുണ്ട്, അവർ കത്തി വെച്ചിട്ട് ഇതാ ഇങ്ങനെ തുറക്കുന്നത് കണ്ടിട്ട് എളുപ്പമുണ്ട് കേട്ടോ ഇത് തുറക്കാൻ. പക്ഷേ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ തുറക്കുമ്പോൾ ചെറിയൊരു നാര് പോലെ ഉണ്ടാവും കേട്ടോ. അതെടുത്ത് പുറത്തിട്ടിട്ടാണ് ഈ ഒരു ഇറച്ചി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇടുന്നത്. ഈ പുല്ലിതാ എടുത്താ ഞാൻ തൊയ്യു ചൂടാകുമ്പോൾ തന്നെ തൊയ്യായി. അപ്പോൾ അതാ നമ്മുടെ കല്ലുമ്മക്കായ ഇപ്പോൾ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ അന്ന് കൊണ്ടുവന്ന അന്ന് രാത്രിയായിരുന്നു കേട്ടോ ഞങ്ങൾ കോഴിക്കോട് നിന്ന് എത്തിയപ്പോഴേക്കും. പിന്നെ അത് ഫ്രീസറിൽ വെച്ചു. പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ഹാഫ് കുക്കാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ അത് തെളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ ഇത്രയും വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ അതൊന്ന് കുക്ക് ചെയ്തെടുത്തപ്പോഴേക്കും ഇതൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഉള്ളിലുള്ളതായി ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കളയാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇതൊന്നും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ക്ലീൻ ചെയ്യണ്ട എന്നുള്ളതാണ്. ഇങ്ങനെ തന്നെ ആ ഒരു തോട് കളഞ്ഞാൽ തന്നെ അത് നന്നായി എന്നാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ പണ്ടൊക്കെ വാങ്ങിയിരുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കളഞ്ഞിട്ടാണ് കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ചിലർ കളയും, ചിലർ കളയില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മൾ ഹോട്ടലിലൊക്കെ കല്ലുമ്മക്കായ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലുമ്മക്കായ പൊരിച്ചതൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഈ ഒരു ഭാഗമൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ തോടിൽ നിന്ന് എടുത്ത് തന്ന ആൾ പറഞ്ഞത് ഇതൊന്നും ക്ലീൻ ചെയ്യേണ്ട, ഇനി ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല എന്നാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ വാങ്ങിച്ചിരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ നിങ്ങളിനി ഇതിങ്ങനെ ആണോ ചെയ്യാറ്? അതുപോലെ കോഴിക്കോട് ഭാഗത്തുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ എപ്പോഴും കല്ലുമ്മക്കായൊക്കെ കിട്ടുന്നവർ, അവരൊന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കല്ലുമ്മക്കായ ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ടോ എന്നുള്ളതൊന്ന്. അപ്പോൾ ഞാനെന്തായാലും ഇതിലുള്ള ഈ ഒരു വലിയ കല്ലുമ്മക്കായൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കഷ്ടം കൂടെ ഒന്ന്, ഈ ഒരു കറുത്ത ഭാഗം കൂടി ഒന്ന് കളയുന്നുണ്ട്. ഇനി നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയാണ് കേട്ടോ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് എടുക്കുന്ന ഉള്ളികളൊക്കെ നമുക്ക് എത്രത്തോളമാണ് മസാല വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കല്ലുമ്മക്കായയിൽ അതിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ഇല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
എന്നിട്ട് നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള കല്ലുമ്മക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഹാഫ് കുക്കാക്കി എടുത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മസാലയൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാനിവിടെ കല്ലുമ്മക്കായ റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.